ഹായ്, വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. അപ്പോൾ എല്ലാവരും പൂജയൊക്കെ വെച്ചല്ലോ അല്ലേ? ബുക്കും പേനയൊക്കെ കൊണ്ടുവച്ചോ. ഫോൺ ഇപ്പോൾ വയ്ക്കണ്ട. വൈറൽ വിദ്യയുടെ ഈ എപ്പിസോഡ് കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തതിന് ശേഷം വയ്ക്കാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നവരാത്രി ദിനാശംസകൾ. ഇന്നത്തെ എൻ്റെ കണ്ടന്റ് ഒരു കടങ്കഥയാണ്. നിങ്ങൾ എത്ര പേര് അതുകൊണ്ട് ഉത്തരം പറയുമെന്ന് നോക്കാലോ. ഉത്തരം കമൻ്റായിട്ട് ഇട്ടാലും മതി കേട്ടോ. ഒരിക്കലും മുങ്ങിപ്പോവാത്ത ഷിപ്പ്. ഒരിക്കലും മുങ്ങിപ്പോവാത്ത ഷിപ്പ്. ക്ലൂ ആണെങ്കിൽ തമിഴിലെ ഒരു നല്ലൊരു സിനിമ പാട്ടിലുണ്ട്. മൂകാത ഷിപ്പേ ഫ്രണ്ട്ഷിപ്പ് ഡാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദത്തിനെ കുറിച്ചാണല്ലേ. ആരോ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരുന്നതാണ്. സുഹൃത്തിനെ, അതായത് സൗഹൃദം മാത്രം നമ്മൾ തേടി പിടിച്ചെടുക്കുന്നതാണ്. എന്നാൽ തെറ്റി. സൗഹൃദവും ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നമ്മുടെ തലയിലോട്ട് എടുത്ത് വയ്ക്കുന്നത് തന്നെയാണ്. ഇനി ആരെങ്കിലും പറയുകയാണ് എനിക്ക് അത്ര നല്ല ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല, എനിക്ക് അത്രയും തുറന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല, നിങ്ങളുടെ സൗഹൃദം ലഭിക്കാൻ ഭാഗ്യമില്ല എന്ന് മാത്രം കരുതിയാൽ മതി. എല്ലാ സൗഹൃദത്തിനും ഓരോരോ കാരണങ്ങളുണ്ടാവും. ഈ അവസാനിക്കാത്ത കാരണങ്ങളാണ് ഈ സൗഹൃദത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. അത് ഒരു കണക്കിന് ശരിയാ തോന്നുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും കാരണം വെച്ച് അതിനെയൊക്കെ പിടിച്ച് നിർത്തിയില്ലെങ്കിൽ അവളുമാര് നമ്മളെ പൂർവ്വജന്മ കഥകളൊക്കെ പറഞ്ഞ് മാറ്റിച്ചാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ശരിയായ കാര്യം തന്നെയാണ്. ഒരാളുടെ സുഹൃത്ത് വലയം നോക്കിയാൽ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നും ഒരേ മെന്റൽ ഡിസോർഡർ ഉള്ളവരാണ് സൗഹൃദത്തിലാവുന്നുള്ളതും ഒരു പറച്ചിലുണ്ടല്ലേ. അതിലും ഏറ്റവും വലിയ കോമഡി, നമ്മുടെ സുഹൃത്തുക്കളിലെ ലോക ഉടായ്പായിട്ടുള്ള ഒരുത്തനെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളെ വീട്ടുകാർ പറയും, എടാ നിനക്ക് അവനെ കണ്ടു പഠിച്ചൂടെ, അവൻ എന്ത് നല്ല പയ്യൻ, അവനൊന്ന് കണ്ടുപിടിയുന്നു. അവന്റെ സ്വന്തം അപ്പൂപ്പൻ രാത്രി 9 മണിക്ക് മുമ്പേ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞപ്പം അപ്പൂപ്പന്റെ ഫോട്ടോ എടുത്ത് OLX-ൽ ഇട്ടിട്ട് 1000 രൂപ നെഗോഷ്യബിൾ എന്ന് പോസ്റ്റ് ഇട്ടവനാണ്. ഇവനെയൊക്കെ അനുകരിച്ചിരുന്നെങ്കിൽ കാപ്പ ചുമത്തിയ അരിക്കൊമ്പനെ പോലെ ആയേനെ നമ്മളൊക്കെ. ഇനി വീട്ടുകാർ പറയും, അവനെ കണ്ട് പഠിക്കല്ലേ, അപ്പുറത്തെ സരള പറഞ്ഞ് അവൻ പോകുകയാണ്, അതുകൊണ്ട് അവൻ്റെ അടുത്ത് കൂട്ടുകൂടല്ലേ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയോളാം, നമ്മൾ എവിടെയെങ്കിലും വീണ് ആക്സിഡന്റ് ആയിട്ട് കിടന്നാൽ നമ്മളെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും നമുക്ക് ബ്ലഡ് തന്നിട്ട് നമ്മുടെ അതേ ബെഡിൽ കയറി കിടന്ന് അതിനുള്ള ഫ്രൂട്ടിയും കുടിച്ചുകൊണ്ട് നടക്കുന്ന ചങ്കായിരിക്കും അവന്മാർ. പലതരം ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പൊ 2 പെൺകുട്ടികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിൽ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഉണ്ടാവും, കുറച്ച് കുക്കിംഗ് ടിപ്സ് ഉണ്ടാവും, കുറച്ച് ഈഗോ, കുറച്ച് പൊങ്ങച്ചം, കുറച്ച് പൊതുവായ ഒരു ശത്രുവിന്റെ കുറ്റം പറച്ചില്, ഇന്നലെ കാണാത്ത സീരിയലിന്റെ കഥ പറച്ചില്, എന്തിന് ബിഗ് ബോസിൽ അനുവിന്റെ പ്ലാച്ചിക്ക് നേരിട്ട പീഡനം വരെ അതിലുണ്ടാവും. ഇനി 2 ആണുങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഉറപ്പിച്ചോ, അതിൽ കാണാൻ കൊള്ളാമെന്നുള്ള ഒരു പെൺകുട്ടിയുടെ കഥയുണ്ടാവും, വർക്കൗട്ട് ഉണ്ടാവും, മന്തി ഉണ്ടാവും, വെള്ളം അടിച്ചുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ പോവാൻ നടക്കാത്ത ഒരു ടൂർ പ്ലാൻ ഉണ്ടാവും, ഓസിനെടുത്തോണ്ട് പോയിട്ട് റിസർവ് ആക്കി കൊണ്ടുവയ്ക്കുന്ന ഒരു ബൈക്ക് ഉണ്ടാവും, ഏറ്റവും വലുത് നടു റോഡിൽ നിന്ന് ഉടുമുണ്ട് ഉരിഞ്ഞുകൊണ്ട് പോകാൻ വരെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇനി ഒരു പെണ്ണും ആണും തമ്മിലുള്ള സുഹൃത്താണെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. അതിൽ കുറച്ച് വഴക്ക് കുറച്ചിലുണ്ടാവും, ഉപദേശം ഉണ്ടാവും, ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവും. ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ മറ്റേ ആൾ മതില് പോലെ ഉണ്ടാവും. എന്തിന്? ഒരാളെ കൊന്നിട്ട് പോയാൽ സാരമില്ലടാ, നമുക്ക് കുഴിച്ചിടാം, മുളയ്ക്കോ നോക്കാം എന്ന് വരെ പറയുന്ന കട്ട ചങ്കായിരിക്കും. ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ലവർക്ക് കീഴെ ഫ്രണ്ട്ക്ക് മേലെ ഏതാണ്ട് ബെസ്റ്റ് ആയിട്ട് വരും. ഇവരെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് സദാചാരക്കാരും കൂടെ ഉണ്ടാവും. പക്ഷെ ആൺപെൺ സൗഹൃദത്തിന്റെ ഏറ്റവും പച്ചയായ ഒരു സത്യം പറയട്ടെ, ഒരു നല്ല ഫ്രണ്ട്, പെൺകുട്ടി ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയും കള്ളോ കഞ്ചാവോ പെണ്ണുപിടിയോടോ 7 അയലക്കത്ത് പോകില്ല. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേ. 2 ആണുങ്ങൾ തമ്മിലാണെങ്കിൽ കുടികളിയാ, ഒരു കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്യണതൊക്കെ നല്ലത് തന്നെയാണെന്ന് പറയും. സൗഹൃദത്തിന്റെ ഏറ്റവും സത്യസന്ധമായ കാര്യം എന്തെന്നറിയോ? താൻ രക്ഷപ്പെട്ട തന്റെ മറ്റു സൗഹൃദത്തിനെയും കൂടെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരുത്തന്മാരും രക്ഷപ്പെടൂല. ഇനി എന്റെ കാര്യം തന്നെ എടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ രക്ഷപ്പെട്ട എന്നെയും കൂടെ രക്ഷപ്പെടുത്തുമെന്നുള്ളവന്മാർക്കെല്ലാം ആ വാവളന്താമാരെല്ലാം ഇപ്പോഴും റേഷനരിയിലെ കല്ലും പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്വന്തം കാര്യം നോക്കി പോണവന്മാരുണ്ടെങ്കിൽ അവനൊക്കെ ഇന്നലെയും കൂടെ ലോട്ടറി അടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. അതാ പറഞ്ഞത്, എനിക്ക് ഈ ലഫ്യശ്രീ യോഗമാണ്. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വേറൊരു സാധനം എന്ന് പറയുന്നത് ഈ മേറ്റുകളാണ്. ക്ലാസ്മേറ്റ്, സ്കൂൾ മേറ്റ്, കോളേജ് മേറ്റ്, റൂം മേറ്റ്, ടെമ്പിൾ മേറ്റ്, ഹോസ്പിറ്റൽ മേറ്റ്, ബാർ മേറ്റ്, കലുങ്ക് മേറ്റ്, ട്രാഫിക് ബ്ലോക്ക് മേറ്റ്, തൊഴിലുറപ്പ് മേറ്റ്, എന്തിനു പറയണേ, കഴിഞ്ഞ കർക്കിടക ബലിക്ക് ഒരുമിച്ചിരുന്ന് എന്ന് വിളിച്ചവന്മാർ വരെ ബാഹുബലി മേറ്റായിട്ടുണ്ട്. പോകാൻ നേരത്ത് പറഞ്ഞത് നമുക്ക് അടുത്ത ബലിക്ക് കാണാം. അടുത്ത ബലി ആർക്ക് ഇടാൻ പോണെന്ന് എന്തറിയാം. ഇനി ചില സൗഹൃദങ്ങൾ മിന്നൽ പോലെയാണ്. വാ മിന്നലേ, വരണതും പോണതും ആരും അറിയില്ല, പക്ഷെ വന്നിട്ട് പോണോടൊക്കെ നല്ല കോലാഹലങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വല്ല ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന സൗഹൃദങ്ങളില്ലേ, എല്ലാവരുടെ കാര്യമല്ല, വളരെ ചുരുക്കം ചിലവർ. നമുക്ക് നീട്ടി വരുന്ന ഒരു ജ്യൂസോ ഒരു ബിസ്ക്കറ്റോ ആയിരിക്കും തുടക്കം. പക്ഷെ നമ്മൾ ഇറങ്ങാറാകുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന
അതെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യം. പല ഫ്രണ്ട്ഷിപ്പും തുടങ്ങുന്നത് February 14 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ആറ്റുനോറ്റ് ഒരു പൂവും കൊണ്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് പോകുമ്പം അവൾ പറയും, ചേട്ടൻ എന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണണം, ചേട്ടന് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുമെന്ന്. ആ പോയവളൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു 8-10 വർഷം കഴിയുമ്പം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു ഹായ് ഇടും. നിങ്ങൾ സൂക്ഷിച്ചോളാം, അവൾ ഒന്നുകിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവൾ LIC പോലത്തെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ടാവും, ഉറപ്പിച്ചോ. പല സൗഹൃദങ്ങളും ഇപ്പോൾ കട്ടപ്പയായിട്ടിരിക്കുകയാണ്. കട്ടയ്ക്ക് കൂടെ നിന്നിട്ട് പുക കാണാറാവുമ്പോൾ പിന്നീന്ന് കുത്തിയിട്ട് പോകുന്ന കട്ടപ്പ, അതാണ് ആ ഒരു സൗഹൃദം. പിന്നെ ചില സൗഹൃദങ്ങളൊക്കെ നല്ല സമയം നോക്കി ഗണിച്ചിട്ടാണ് തുടങ്ങുന്നത്. രാത്രി 12 മണിക്ക് ശേഷം ഏതെങ്കിലും പെൺകുട്ടിയുടെ DP പച്ച വെളിച്ചം കത്തി നിൽക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ ചില കെയറിങ് ചേട്ടന്മാരിറങ്ങും. അവർക്ക് അപ്പോഴായിരിക്കും ഒറ്റപ്പെടലിന്റെ വേദന, നല്ലൊരു സൗഹൃദമില്ലാത്തതിന്റെ വിഷമമൊക്കെ അവർക്ക് ഉണ്ടാകുന്നത്. ആ ഉന്നതകുല ജാതന്മാരുടെ കെയറിങ് ആണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. സ്വന്തം ഭാര്യ അന്ന് ആഹാരം കഴിച്ചോന്ന് അവന്മാർ അന്വേഷിക്കൂല, പച്ച വെളിച്ചമുള്ളതിന്റെ പിന്നിലുള്ള നയൻതാരയ്ക്ക് KFC വരെ വാങ്ങിച്ചു കൊടുക്കാൻ ഇവന്മാർ തയ്യാറായിരിക്കും. അവന്മാർ പ്രതീക്ഷിച്ച കറക്റ്റ് മറുപടി ഈ നയൻതാരയെന്ന് കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് അവരിടുന്ന പോസ്റ്റിലെല്ലാം ചെന്നിട്ട് സ്വന്തം പിതാമഹന്മാർ തുമ്മി മരിക്കുന്ന രീതിക്കുള്ള കമന്റ് ഇട്ടിട്ട് വെക്കും. അപ്പൊ തിരിച്ചറിയും, കാശ് സൗഹൃദത്തിന്റെ ഒരു മാനദണ്ഡം അല്ലെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് മറിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് പല സുഹൃത്തുക്കളും അല്ലെ. അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഇല്ലടാ എന്ന് സത്യസന്ധമായിട്ട് പറയണവരെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. പക്ഷെ നീ ഒരു 1/2 മണിക്കൂർ മുമ്പേ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ മലയെടുത്തങ്ങ് മറിച്ചേനെ എന്ന് പറയണ കൂട്ടരില്ലേ, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇവരെ കൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കാൻ പോകണം, വാരി വലിച്ച് തിന്നണ വരെ ചത്തു കുത്തിയിരുന്ന അവന്മാരെ ഫോണൊക്കെ ബില്ല് വരാറാകുമ്പം ഈ ചില സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ഫോൺ പോലെയാണ്, കട്ട് ചെയ്യാൻ സമയമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ അവൻ കഴിഞ്ഞ 3 വർഷമായിട്ട് മൂത്രം ഒഴിച്ചിട്ടുള്ളെന്ന് പറയണ പോലെ ആ റെസ്റ്റോറൻറ്റിന്റെ ടോയ്ലറ്റിൽ കയറിയിരിക്കും. നമ്മൾ ബില്ലടച്ചെന്ന് ഉറപ്പായിട്ട് പെരിഞ്ചീരകമൊക്കെ എടുത്ത് വായിലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓടി വരും, എന്നാലും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ ഞാൻ അടയ്ക്കാന്ന് ബില്ലെന്ന്. അപ്പൊ നമ്മൾ മാറ്റി വെച്ചിങ്ങനെ ബില്ലെടുത്ത് അങ്ങോട്ട് കൊടുക്കണം. കുടായ്പകളും. വേറെ നല്ലൊരു സൗഹൃദം കേട്ടോ. എന്തെങ്കിലും ഒരു വാക്ക് തർക്കം ഉണ്ടായി റോഡിൽ കിടന്ന് ആടിച്ച് പിഴിഞ്ഞ് കൊലപാതകമായിട്ട് സ്വന്തം ബൈക്ക് കൊടുത്ത് വീട്ടിൽ വരിക്കുമ്പോൾ ഇത്രയും നേരം അടി ഉണ്ടാക്കിക്കൊണ്ട് ആ പന്നി നമ്മളെ വീട്ടിൻ്റെ അകത്ത് കയറിയിരുന്ന് വാഴയ്ക്കൊപ്പം ബീഫും കഴിച്ച് നമ്മുടെ കുറ്റം തന്നെ നമ്മുടെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സൗഹൃദം നിങ്ങൾക്കുണ്ടോ? എന്നാൽ അവരെ ചേർത്ത് പിടിച്ചോളൂ, അവർ പൊളിയാണ്. കുട്ടിക്കാലത്തെ സൗഹൃദം നല്ല രസമായിരുന്നല്ലേ. ഒരു ചോക്കോ, ഒരു നൈൻ സ്ലിപ്പോ, ഒരു പെൻസിലോ ആയിരുന്നു കൈമാറ്റം. ഇന്ന് പിണങ്ങിയെന്നറിയാതെ നാളെ വന്ന് വീണ്ടും ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. ഒരു ഈഗോ ഇല്ല, ഒരു വൈരാഗ്യം ഇല്ല, അപ്പപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാത്രം വലുത്. ആ സൗഹൃദം തന്നെയാണ് ഇപ്പോഴും നമുക്ക് മിസ് ചെയ്യുന്നതല്ലേ. കഥ പറയുമ്പോൾ സിനിമയിൽ നമ്മുടെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള അവൻ്റെ ജീവിതത്തിൽ മാതൃകയും ചെയ്യുന്ന ഒരാൾ ഉണ്ടാകുന്നു. സ്വന്തമായി കപ്പലണ്ടിയിലെ തോട് പോലും പൊളിക്കാൻ മടിയുള്ള ഒരു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ ഗോപിയണ്ണൻ, പട്ടപ്പേരാണ്. സ്കൂളിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്ന ചോറ്റുപാത്രത്തിൽ മുട്ട പുഴുങ്ങിയതും മീൻ പൊരിച്ചതും എന്നോട് പോലും ചോദിക്കാതെ അടിച്ചു മാറ്റി കൊണ്ടുപോകണവൻ. അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ മോട്ടിച്ചുകൊണ്ട് വരുന്ന പൈസയ്ക്ക് സിപ്പപ്പും കുടിച്ച് സിനിമാ പോസ്റ്ററൊക്കെ നോക്കി കഥ മെനഞ്ഞ് നടന്നിരുന്നവൻ. വലുതായി ഞാൻ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുമെന്നും അപ്പം എനിക്ക് നാനാ ഭാഗത്തുനിന്ന് തെറി വരുമെന്നും ആ തെറിയൊക്കെ ഇങ്ങനെ ആയിരിക്കുമെന്നും എനിക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നവൻ. ആ തെറിയുടെ അർത്ഥമൊക്കെ എനിക്ക് കൃത്യമായി മനസ്സിലാക്കി തന്നവൻ. ഒടുവിൽ സ്റ്റാൻഡപ്പ് ചെയ്യാൻ വേണ്ടി മഴവിൽ മനോരമയിലേക്ക് വണ്ടി കയറുമ്പോൾ എൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പൈസ പോലും അടിച്ചു മാറ്റിക്കൊണ്ടു പോയവൻ. നിറകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, ഈ ഇടയ്ക്ക് നീ എപ്പോൾ തിരിച്ചു തരും എൻ്റെ ഗോപിയെന്ന്. അന്ന് അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും തിരിച്ചു തരാൻ പോകുന്നില്ല, നീ വലുതായി ഫേമസ് ആവുമ്പോൾ നിനക്ക് കുറേ കമൻസ് വരും, അന്ന് ഞാനും കൂടെ വന്ന് ഇടയിലൊരു കമൻ്റ് ഇടാമെന്ന്. ഇപ്പോഴും കുറേ കമൻറ്റ് കൂട്ടത്തോടെ വരുമ്പോൾ ജിസയിലുള്ളതുകൊണ്ട് മാത്രം ബിഗ് ബോസ് ലൈവ് കുത്തിയിരുന്ന് കാണുന്ന എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഓർത്തു പോകുന്നു. ഗോപിയണ്ണൻ. നല്ല ഒരു പുസ്തകം 100 സുഹൃത്തുക്കൾക്കും നല്ല ഒരു സുഹൃത്ത് ഒരു ലൈബ്രറിക്കും തുല്യമാണ് എന്നാണ് പറയാറല്ലേ. ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറയുമ്പോൾ അല്ല, നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴാണ് ആത്മസൗഹൃദം അവിടെ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഈ ജന്മത്തിലെ എല്ലാ നല്ല സൗഹൃദത്തിനും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാം.